ഇസ്രായേലിൻ്റെ ചരിത്രം മാറിപ്പോയത് ഒരു ചെറിയ വീഴ്ച ദാവീദിൻ്റെ കയ്യിൽ നിന്ന്. ഓർത്തോണം, ഒരു ചെറിയ വീഴ്ച ഇസ്രായേലിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദ് അവനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കാണും, പക്ഷേ വീണുപോയി. പ്രിയപ്പെട്ടവരെ, പിശാചിന് നന്നായിട്ടറിയാം നമ്മുടെ ഇതിൽ. കോട്ട കാത്തുകൊള്ളുക, സംഹാരകൻ നിൻ്റെ നേരെ പാഞ്ഞു വരുന്നു, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും. എന്താ പാമ്പിനെ പോലെ ബുദ്ധി? പാമ്പിന് ചെവിയില്ല, പക്ഷെ ഒരനക്കം കേട്ടാൽ തന്നെ അറിയാം. ആർ യു സെൻസിറ്റീവ്? നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആർ യു സെൻസിറ്റീവ്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളെന്ന് പറഞ്ഞ ദൈവവചനമാണ്. അതാ പറയുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ, നമ്മുടെ ചുറ്റിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം. റെവലേഷൻ 12 അവനെ രണ്ടാം സ്വർഗം വരെ അവന് അനുവാദമുള്ളൂ. അവിടുന്ന് അവനെ തള്ളിയിടും. പിന്നെ അവന് ഏറ്റവും ഭ്രാന്ത് പിടിച്ച് നടക്കുക. ഇപ്പോഴും അവനറിയാം അവൻ്റെ സമയം തീരാൻ പോവാ. അവൻ മാക്സിമം ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരും. അവൻ്റെ കൂടെ നരകത്തിലേക്ക് പോകാൻ അവൻ ആളിനെ കൂട്ടുന്ന സമയമാണ്. ഞാനും നിങ്ങളും കോട്ട കെട്ടി കാത്തുകൊള്ളുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലല്ല. പിശാച് അതിബുദ്ധിമാന. പത്രോസിനെ പാറ്റാൻ അവൻ അനുവാദം ചോദിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും പാറ്റാൻ അവൻ അനുവാദം ചോദിച്ചിരിക്കും. ദൈവം ഒരുപക്ഷെ കൊടുത്തെന്നിരിക്കും. എപ്പോഴാ ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ കോട്ട കാത്തുകൊള്ളുക, നിൻ്റെ കോട്ട കാത്തുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വഴികളെ നീ സൂക്ഷിക്കുക, നിൻ്റെ ആരെ നീ മുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ അതിശക്തിയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ കാണത്തില്ല. നമ്മൾ എവിടെയാ തെന്നി വീഴുന്നത് നമുക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ,